ഇതാണ് ആ പറഞ്ഞ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന അലക്കുകല്ല് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവരും ഇതിന് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് കിച്ചന്റെ തൊട്ടടുത്ത് വരെ ഇത് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ്. മറ്റേത് നമ്മൾ അടിച്ച് തിരുമ്പുന്ന അലക്കുകല്ലൊക്കെ കുറച്ച് മാറിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, തെറിക്കുന്നുള്ള ലെവലില്. ഇതിന് അതിന്റെ ഒന്നും ബുദ്ധിമുട്ടില്ല. ആ വീടിന് തൊട്ടടുത്തല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് അലക്കും ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പ്. പിന്നെ സാധാ ഒരു അലക്കല്ലാണെന്നുണ്ടെങ്കിൽ 2-3 ബക്കറ്റൊക്കെ നമുക്ക് ആവശ്യം വരും അലക്കുന്ന സമയത്ത്. ഇവിടെ ഒന്നെ ധാരാളം ചെങ്കല്ല് വെച്ചാണ് ഇതിന്റെ സൈഡൊക്കെ കെട്ടാൻ നല്ലത്. കാരണം ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഫില്ല് ചെയ്യുന്ന സമയത്ത് തള്ളു വരാതിരിക്കാൻ ചെങ്കല്ല് വെച്ച് കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതേക്കാരം സ്ട്രോങ്. അലക്കുകല്ലൊക്കെ ചെയ്യുന്ന സമയത്ത് വൈറ്റ് മാർബോണൈറ്റോ അല്ലെങ്കിൽ വൈറ്റ് ടൈലൊക്കെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ടെടുക്കാൻ, ക്ലീൻ ചെയ്താൽ വൃത്തി തോന്നുന്ന ഒരു സാധനം വൈറ്റ് ആണ്. ഇനിയിപ്പോ ഡാർക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൃത്തി കിട്ടൂല. അതിന് വൈറ്റ് തന്നെ വേണം. ഇങ്ങനെയുള്ള അലക്കുകല്ലുകളെ ഉള്ള സ്ഥലത്ത് എങ്ങനെ സിമ്പിളായിട്ട് ചെലവ് കുറഞ്ഞ രീതിക്ക് ചെയ്യാന്നുള്ളത് ഇതിന്റെ ഫുൾ വീഡിയോയിൽ വരുന്നുണ്ട്. ഓക്കെ.